ഞാൻ സന്തോഷേട്ടനെ കണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? തുറന്നു പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. ഞാനിപ്പോൾ വന്ന സമയത്ത് പോലും സന്തോഷേട്ടൻ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ വീട്ടിനുള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇരിക്കുന്ന സമയത്ത് പോലും ബുക്ക് വായിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവിടെ അമ്മ അടുത്ത റൂമിൽ ഈ പറയുന്ന രീതിയിൽ മയക്കം കിടക്കുന്നുണ്ട്. അപ്പോഴും അമ്മയോടുള്ള ഈ ഒരു കെയറും കാര്യങ്ങളും കാണുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി സത്യം പറയാന്നുണ്ടെങ്കിൽ ഒരു ജെന്യുവൻ പേഴ്സണാലിറ്റി എന്നുള്ള ലെവലിലോട്ട് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞു പോലും 2K കിഡ്സ് മാത്രമല്ല, ഇപ്പോഴത്തെ കാലം 2K കിഡ്സ് മാത്രമൊന്നും ഞാൻ പറയത്തില്ല. പല വ്യക്തികളും അവർ ഈ പറയുന്ന രീതിയിൽ വളർന്ന് വലുതായി, അല്ലെങ്കിൽ അവർ വിദേശത്തോട്ട് പോകുന്നു, മറ്റു കാര്യത്തിലോട്ട് പോകുന്നു. എന്നാലും വീട്ടിലെ സ്വന്തം അച്ഛനോ അമ്മയോ കാര്യങ്ങളോ എന്തെങ്കിലും നോക്കാൻ തിരിഞ്ഞു നോക്കുന്നില്ല. പല ആൾക്കാരെ ഈ പറയുന്ന രീതിയിൽ ഓൾഡ് ഏജ് ഹോംസിലോട്ട് കൊണ്ടുവിടുന്ന ഒരു സാഹചര്യത്തിലോട്ട് കടന്നു വരുന്നുണ്ട്. എന്നാലും എന്നോട് തന്നെ പോലെ എനിക്കിപ്പോൾ IIT ബോംബെയിലെ അഡ്മിഷൻ കിട്ടിയതാണ്. ഞാൻ എനിക്ക് അപ്പോൾ എൻ്റെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓൾഡ് ഹോമിലാക്കിയിട്ട് പോയിക്കോട്ടെ ചോദിക്കും. എനിക്കത് പറ്റുന്നില്ല. അമ്മയാണ് എല്ലാം. അതുകൊണ്ട് അമ്മയെന്നല്ലേ പേരൻസ് ഫാദറിനോട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. ഫാദറിൻ്റെ മരണത്തിന് ഇപ്പോഴും ഇപ്പോൾ 3 years ആയി, ഇപ്പോഴും അതിന് റിക്കവർ ആയിട്ടില്ല.